സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവികയുടെ ഇലക്ഷൻ പ്രചരണ സമയത്ത് റിപ്പോർട്ടറാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നു, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു മത്സരമാണോ ഇതെന്ന്. അപ്പം ദേവിക പറയുന്നു, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു മത്സരമല്ല, KDF പാർട്ടിയും VDF പാർട്ടിയും തമ്മിലുള്ള ഒരു മത്സരമാണെന്ന്. അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ശാരികയാണെങ്കിൽ പറയുന്നു, KDF പാർട്ടിയും VDF പാർട്ടിയും തമ്മിലുള്ള മത്സരമാണെങ്കിലും ഞങ്ങൾ വിദ്യാർത്ഥി സമൂഹം ഇതിനെ കാണുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ്. ഇന്നും സ്ത്രീകൾ മറ്റു സ്ത്രീകളുടെ അടിമകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി കുത്തി പറയുന്നു. ആ വാർത്ത TV-യിൽ കാണുന്ന രജനിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നു, ദേവിക എന്ത് സംസാരിക്കുമ്പോഴും ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കൂ. ഇവക്ക് നാക്കിന് ലൈസൻസ് ഇല്ല, എന്തും വിളിച്ചു പറഞ്ഞു പോവും. അത് നമുക്ക് തന്നെയാണ് പണിയാകുന്നത്. ഇപ്പം അമ്മയെ കുത്തിക്കൊണ്ട് അവൾ സംസാരിച്ചെന്ന് ആർക്കും മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നു, തൽക്കാലം നമ്മളായിട്ടൊന്നും ഇടപെടാൻ പോണ്ട, നമുക്ക് ആലോചിക്കാം. ആ സമയത്ത് തന്നെയാണ് ശാരികയെ കുറച്ച് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോകുന്നത്. ഈ ന്യൂസ് ഭയങ്കരമായിട്ട് അങ്ങ് പബ്ലിഷ്ഡ് ആവുന്നു. പ്രഭാവതി മനഃപൂർവ്വം തനിക്കെതിരെ പറഞ്ഞ ശാരികയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രൂപത്തിൽ വാർത്ത വളച്ചൊടിക്കുന്നു. സിദ്ധാർത്ഥനും ദേവികയും ഈ പറയുന്ന രാധിക ഉൾപ്പെടെ പ്രഭാവതിയെ വിളിച്ച് കുറ്റപ്പെടുത്തുന്ന സമയത്ത് തൻ്റെ നിസ്സഹായത തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന പ്രഭാവതിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം തിരിച്ചു വരുന്ന സമയത്താണ് ശാരികയെ കാണാനില്ലെന്നുള്ള വാർത്ത അറിഞ്ഞ് നമ്മുടെ സിദ്ധുവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് അറിഞ്ഞ വാർത്ത സത്യമാണെന്ന് പറയുന്നുണ്ട് സിദ്ധു. അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം അറിഞ്ഞു, പ്രഭാവതിക്കെതിരെ ശാരിക സംസാരിച്ചതിന് ശേഷമാണ് അവളെ കാണാതായെന്ന്. ഞാൻ ആ വാർത്തയൊന്നും കണ്ടില്ലായിരുന്നു, എങ്കിലും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് ആളുകൾ ചുമ്മാ വളച്ചൊടിക്കുന്നതാ, ക്യാഷ്വലായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പം ശാരികയെ കാണാതായതിനെ തുടർന്ന് ഇതും അതുമായി ബന്ധപ്പെടുത്തി മീഡിയക്കാർ ചുമ്മാ സംസാരിക്കുക എന്ന് സിദ്ധു പറയുമ്പം അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നു. വീട്ടിൽ വരുന്ന സമയത്ത് ത്യാഗരാജനാണെങ്കിൽ വീട്ടിലില്ലായിരുന്നു. തൻ്റെ കയ്യിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടായതുകൊണ്ട് തന്നെ അത് വെച്ച് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്ന ചന്ദ്രമതിയാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുന്ന മുറിയിൽ ചെന്ന് തുറന്നു നോക്കുമ്പം ന്യൂസിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ശാരിക, അതായത് ദേവികയുടെ അനിയത്തിയെ കെട്ടിയിട്ടിരിക്കുന്നു. അത് കണ്ട് ആകെ ഷോക്കാകുന്നുണ്ട് ചന്ദ്രമതി. അവളെ എങ്ങനെയൊക്കെയോ രക്ഷിക്കുന്നു. എന്നിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ശാരികയോട് കാര്യം തിരക്കുന്നു, ആരാ മോളെ തട്ടിക്കൊണ്ടുവന്നേ, ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ത്യാഗരാജനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ത്യാഗരാജനാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ട് വന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ ത്യാഗരാജൻ്റെ മുമ്പുള്ള സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ത്യാഗരാജനാണെന്ന് ഉറപ്പിക്കുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്ന ത്യാഗരാജനോട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാനൊരു ന്യൂസ് അറിഞ്ഞു, ദേവികയുടെ അനിയത്തി ശാരികയെ കാണാനില്ലെന്ന്. അപ്പോൾ ത്യാഗരാജൻ പറയുന്നു, ഇതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും KDF പാർട്ടിയാണ് ചേച്ചി. ശാരികയാണെങ്കിൽ പ്രഭാവതി മേഡത്തിനെതിരെ മീഡിയക്കാരോട് സംസാരിച്ചിരുന്നു, അതിൻ്റെ ദേഷ്യത്തിന് അവളെ തട്ടിക്കൊണ്ടു പോയതാകും എന്ന് പറയുന്നതും നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ കൈ വീശി ഒരു അടി അങ്ങ് കൊടുക്കുന്നുണ്ട് ത്യാഗരാജൻ്റെ കവളത്തേക്ക്. അടി കിട്ടി ചന്ദ്രമതിയെ നോക്കുന്ന സമയത്ത് പിന്നാലെ നമ്മുടെ ശാരിക മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശാരികയെ കണ്ടതും ത്യാഗരാജൻ ആകെ ഷോക്കായി നിൽക്കുന്നു. ത്യാഗരാജൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ ഇപ്പം ശാരികയെ കണ്ടുമുട്ടിയിരിക്കുന്നത്. അപ്പം ചന്ദ്രമതി പോലും ത്യാഗരാജനെ തെറ്റിദ്ധരിക്കുന്നു. ഒടുക്കം ദേവികയെയും നന്ദനെയും എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ചന്ദ്രമതി ആൻറ്റിയുടെ വീട്ടിലേക്ക് വരുന്ന നന്ദനും ദേവികയും ചോദിക്കുന്നു, എന്താ സംഭവിച്ചേ? ശാരിക ആരൊക്കെയോ ചേർന്ന് ബലമായി തട്ടിക്കൊണ്ടു വന്നയാണെന്ന് പറഞ്ഞു, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ത്യാഗരാജനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നു. അങ്ങനെ എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുന്ന അതേ സമയത്താണെങ്കിൽ റിപ്പോർട്ടേഴ്സ് ഈ ന്യൂസ് അറിഞ്ഞ് ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരുന്നു. ശാരികയും ദേവികയും നന്ദനെയും ചന്ദ്രമതിയെയും അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ മറ്റൊരർത്ഥത്തിലാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഇലക്ഷന് വിജയിക്കാൻ വേണ്ടിയിട്ട് VDF പാർട്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു നാടകമാണെന്നും പ്രഭാവതിക്കെതിരെ സംസാരിച്ച ശാരിക അധികം താമസിക്കാതെ കാണാതാകുന്ന ആ സമയത്ത് പ്രഭാവതിയെയും KDF പാർട്ടിയും മാത്രമേ സംശയിക്കുള്ളൂ. ആ ഒരു സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം VDF പാർട്ടിയായിട്ട് നടത്തിയ ഒരു നാടകമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് ശാരിക പോലും. എന്ത് ചോദിച്ചാലും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന ശാരികയ്ക്ക് പോലും ഇതിന് മറുപടി പറയാനാകുന്നില്ല. അങ്ങനെ VDF പാർട്ടിയുടെ ഇമേജ്, അതായത് ദേവികയുടെ ഇമേജ് ആകെ കുറയുന്ന ഒരു നിമിഷത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയാണെങ്കിൽ ചന്ദ്രമതിയെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്നലത്തെ ഇലക്ഷൻ പ്രചരണ സമയത്ത് വോട്ട് ചോദിക്കാൻ വന്നൊരു സ്ത്രീയെ തട്ടിമാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്തൊക്കെയാണ് അവിടെ വെച്ച് പറഞ്ഞത്?
ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിൻ്റെ സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ട് വോട്ട് മേടിക്കേണ്ട അവസ്ഥ KDF പാർട്ടിക്കോ എനിക്കോ ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ ശക്തമായി പറയുന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രോത്ത് വീട്ടിൽ ഇതിനെ തുടർന്ന് വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതായത് പ്രഭാവതി ഈ വിഷയത്തെ വളരെ ഗൗരവമായി കണ്ട് സിദ്ധുവിനെയും ദേവികയും അടച്ചാക്ഷേപിക്കുന്നുണ്ട്. എനിക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് VDF പാർട്ടിയും സിദ്ധുവും ദേവികയും ചേർന്നുണ്ടാക്കിയ നാടകമാണെന്നും ഇതുപോലുള്ള തറവേലകൾ കാണിച്ച് ജയിക്കാൻ യാതൊരു നാണവും ഇല്ലെന്നൊക്കെ പ്രഭാവതി കുത്തി ചോദിക്കുന്ന സമയത്ത് സിദ്ധുവിനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ നാടകമാണ് ദേവികയെ വിജയിപ്പിക്കാൻ. അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നോ? പ്രശ്നം തീർന്നില്ലേന്ന് ചോദിക്കുമ്പം പ്രശ്നം തീർന്നില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളെന്ന് പ്രഭാവതിയും പറയുന്നു. ഇതെല്ലാം കേട്ട് ശരിക്കും പറഞ്ഞാൽ ഗിരീഷും നന്ദനും ദേവികയും എല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ. മിക്കവാറും നമ്മുടെ പ്രഭാവതിയുടെ ഒരു നാടകമാകാനേ ചാൻസ് ഉള്ളൂ. കാരണം ചന്ദ്രമതി തൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ മീഡിയക്കാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒരുപാട് അപമാനിച്ചിരുന്നു. അതിനെ തുടർന്ന് മത്സരിക്കാൻ അവസരം കൊടുത്ത പാർട്ടി പ്രസിഡന്റ് പോലും പ്രഭാവതിയെ വിളിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തി. നിങ്ങളൊരു സാധാരണ സ്ത്രീയല്ലെന്നും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും KDF പാർട്ടിയാണ് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയ ആ സാഹചര്യത്തിൽ പ്രഭാവതിക്ക് മനസ്സിലാകുന്നു തൻ്റെ ഇമേജ് വളരെ മോശമായിട്ടാണ് സമൂഹത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം പ്രയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പ്രഭാവതിയായിട്ട് തന്നെ നമ്മുടെ ശാരിക ആളുകളെ കൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് ത്യാഗരാജൻ്റെ വീട്ടിൽ കെട്ടിയിടിച്ചതാകുമോ? കാരണം ത്യാഗരാജൻ ആ വീട്ടിൽ ആ സമയത്ത് ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗരാജൻ എന്ത് ചെയ്താലും VDF പാർട്ടിക്കാണ് അതിൻ്റെ പഴി വരുന്നത്. ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ സിദ്ധുവിനെയും ദേവികയെയും VDF പാർട്ടിയെയും കുറ്റക്കാരായി നാട്ടുകാരുടെ മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാകുമോ എന്നും അറിയാൻ പറ്റില്ല. കാരണം പ്രഭാവതിയല്ലേ ആള്. വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്ത്രീയാണ്. അപ്പോൾ കാത്തിരിക്കാൻ എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്നുള്ള കാര്യം. ഇപ്പോഴത്തെ സാഹചര്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രഭാവതിയും.